ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 128 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. മല്ലിക ഒരു വിധവയായിരുന്നു. വിശേഷിച്ച് ജോലിയില്ലാതിരുന്ന അവൾ തൻ്റെ മകനെ വളർത്തുവാൻ വളരെ കഷ്ടപ്പെട്ടു. അവൾ പല വീടുകളിലും അടുക്കള ജോലിയും മറ്റും ചെയ്ത് പ്രയാസങ്ങളൊന്നും അറിയിക്കാതെ മകനെ വളർത്തിക്കൊണ്ടുവന്നു. മല്ലിക മകനെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടി. അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് അവൾ കഠിനാധ്വാനം ചെയ്തു. വളരും തോറും അവൻ്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വന്നു. അവൾ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് അതൊക്കെ നിർവഹിച്ചു കൊടുത്തു. ഒരിക്കൽ അവൻ പറഞ്ഞു അവനൊരു സ്മാർട്ട് ഫോൺ വേണമെന്ന്. അതിനുള്ള പണം അവളുടെ കയ്യിലില്ലായിരുന്നു. അതിനാൽ അടുത്ത മാസം ആവട്ടെ എന്ന് പറഞ്ഞ് 2-3 മാസങ്ങൾ നീട്ടി. അതിനുശേഷം അവൾ ഒരു ഫോൺ വാങ്ങി, വലിയ വിലയില്ലാത്ത ഒരു സ്മാർട്ട് ഫോൺ. എന്നാൽ അതവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ അത് തറയിൽ എറിഞ്ഞുടച്ചു. കച്ചവടക്കാരൻ അവനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഫോൺ വേണമെങ്കിൽ നീ അധ്വാനിക്കണം. നിൻ്റെ അമ്മയ്ക്ക് ഇത്രയുമേ കഴിവുള്ളൂ. അയാൾ പറഞ്ഞു, 2-3 മാസം നീ ഇവിടെ ജോലി ചെയ്യൂ. അതനുസരിച്ച് അവൻ ആ കടയിൽ തൂക്കുകയും തുടയ്ക്കുകയും മറ്റു ജോലികളും ചെയ്തു. തുടർന്ന് അയാൾ ചോദിച്ചു, എങ്ങനെയുണ്ട് ജോലി? അവൻ പറഞ്ഞു, ജോലി കഠിനമാണ്, എങ്കിലും ഒരു ഫോൺ വാങ്ങാമല്ലോ. അയാൾ പറഞ്ഞു, നിൻ്റെ അമ്മയും ഇങ്ങനെ കഷ്ടപ്പെട്ട് വാങ്ങിയ ഫോണാണ് നീ എറിഞ്ഞുടച്ചത്. അധ്വാനിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ പ്രയാസം അറിയുകയുള്ളൂ. അധ്വാനത്തിൻ്റെ വിലയെറിഞ്ഞ അവൻ ഫോൺ വാങ്ങുന്നതിന് പകരം തനിക്ക് ലഭിച്ച ശമ്പളം തൻ്റെ അമ്മയെ ഏൽപ്പിക്കുകയും അമ്മയോട് സോറി പറയുകയും ചെയ്തു. മാതാപിതാക്കൾ പലപ്പോഴും തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മക്കളെ അറിയിക്കാതെ വളർത്താനാണ് ശ്രമിക്കുന്നത്. ഇത് വളരെ ദോഷകരമായ ഒരു സംഗതിയാണ്. ഏതൊരു വീടിൻ്റെയും പ്രയാസങ്ങൾ നിശ്ചയമായും മക്കൾ അറിയണം. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ആ ഫോൺ എറിഞ്ഞുടുക്കിയില്ലായിരുന്നു. അവൻ ആ കടയിൽ ജോലി ചെയ്യുവാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും അധ്വാനത്തിൻ്റെ പ്രയാസം അറിഞ്ഞിരുന്നില്ല. അധ്വാനത്തിൻ്റെ പാതയിൽ വളർത്തപ്പെടാത്ത ഏതൊരു പൈതലും തെറ്റായ പാതയിലൂടെ മുൻപോട്ട് പോകുവാനാണ് സാധ്യത. അത് അവരുടെ കുറ്റമല്ല, കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തതിനാലാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് അവർക്കാകാവുന്ന ജോലികൾ ചെയ്യിക്കുന്നത് ബാലവേലയല്ല, ഭാവിയിലേക്കുള്ള ട്രെയിനിങ് ആണ്. അധ്വാനത്തിൻ്റെ വിലയും മഹത്വവും മനസ്സിലാക്കി കുഞ്ഞുങ്ങൾ വളരുന്നതിന് അവസരം സൃഷ്ടിക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഭാവി ശോഭനമാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ തലമുറയെ കർത്താവിൽ അഭ്യസിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ജീവിതത്തിൽ അധ്വാനിക്കുന്നതിൻ്റെ മഹത്വവും അധ്വാനിക്കുന്നതിൻ്റെ പ്രതിഫലവും മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷ്യബോധത്തോടും ഗൗരവത്തോടും ജീവിപ്പാൻ പുതിയ തലമുറയെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.